തിരുവനന്തപുരം മാരിനാട് മോഹനൻ തിരോധാനത്തിൽ കരകുളമാറ്റിൽ ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന. 6 വർഷം മുൻപ് മോഹനനെ കാണാതായി എടുത്താണ് പരിശോധന നടത്തിയത്. ഒരാഴ്ച മുൻപ് കുഴിച്ചിട്ട നിലയിൽ സ്കൂട്ടർ കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് സ്ഥലത്ത് പരിശോധന. 2020 മെയ് 8-നാണ് തിരുവനന്തപുരം കരകുളത്ത് നിന്നും മാരിനാട് സ്വദേശി മോഹനനെ കാണാതാകുന്നത്. ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ മോഹനന്റെ കയ്യിൽ സംഭവ സമയത്ത് 50 പവൻ സ്വർണവും 62,000 രൂപയും ഉണ്ടായിരുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ്, മോഹനൻ തിരോധാനത്തിൽ കഴിഞ്ഞ 5.5 വർഷം കഴിഞ്ഞിട്ടും യാതൊരു തുമ്പുമില്ല. മോഹനനെ അപായപ്പെടുത്തിയതാണോ? ആരാണതിന് പിന്നിൽ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അതിനിടെയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് ആറ്റിൽ പരിശോധന നടത്തിയത്. കഴിഞ്ഞ ദിവസം, അതായത് ഒരാഴ്ച മുൻപ് സ്കൂട്ടർ കണ്ടെത്തിയിരുന്നു. ഇതെന്തെങ്കിലും സൂചനകളുടെ അടിസ്ഥാനത്തിലായിരുന്നോ ഈ സ്കൂട്ടർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം? എന്താണ് ഇന്നത്തെ പരിശോധനയിൽ ക്രൈംബ്രാഞ്ചിന് ലഭ്യമായ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ടോം, 2020-ലാണ് ഈ ഒരു തിരോധാനം നടക്കുന്നത്. അതായത് കോവിഡ് കാലഘട്ടത്തിലാണ് ഈ ഒരു പ്രശ്നം, അതായത് ഇദ്ദേഹത്തെ കാണാതാകുന്നത്. അതായത് ഇയാളുടെ അളിയൻ്റെ അതായത് ഈ ഒരു സാമ്പത്തിക സ്ഥാപനത്തിൽ നിന്നുമുള്ള പണയം വെച്ചിട്ടുള്ള വസ്തുക്കളും ഒപ്പം പണവും ബാങ്കിൽ നിക്ഷേപിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇദ്ദേഹത്തെ കാണാതാകുന്നത്. അതിനുശേഷം തുടക്കത്തിൽ പോലീസ് അന്വേഷിച്ചു. അതിൽ യാതൊരുവിധ പുരോഗതിയുമില്ലാതെ ആയതോടുകൂടി കുടുംബം കോടതിയെ സമീപിക്കുകയായിരുന്നു. അത്തരത്തിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പിന്നീട് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്ത് അന്വേഷണം നടത്തുകയടക്കം ചെയ്തത്. പക്ഷേ ഇതുവരെയായിട്ടും ഇതിലൊരു തുമ്പ് ലഭിച്ചില്ല എന്നാണ് ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു വിഷയം. കാരണം ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കോവിഡ് കാലഘട്ടമാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു ഇയാളെ ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയതാണെങ്കിൽ പോലും, അല്ല എങ്കിൽ മറ്റു രീതിയിലുള്ള അപകടം നടന്നതാണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ പോലീസിന് കണ്ടെത്താൻ കഴിയുകയായിരുന്നു. കാരണം അതോട് ചേർന്ന് തന്നെയാണ് തമിഴ്നാട് ബോർഡർ, ഈ സ്ഥലവുമായി ചേർന്ന് തന്നെയാണ് തമിഴ്നാട് അതിർത്തി വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും കടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യമില്ല. അതിർത്തികളിൽ ആ സമയത്ത് കൃത്യമായ പരിശോധന ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ പരിസരങ്ങളിലെല്ലാം പരിശോധന നടത്തിയിട്ടും അയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഫോൺ കോൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ ഫോൺ കോളുകളിലൊന്നും സംശയാസ്പദമായ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പ്രധാനമായും ഇയാളുടെ അവസാനമായി കണ്ട ഒരു CCTV ദൃശ്യം മാത്രമാണ്. അതിൽ അദ്ദേഹം ഈ ഒരു സ്കൂട്ടർ ഓടിച്ച് മുന്നോട്ട് പോകുന്നു എന്നല്ലാതെ അസ്വാഭാവികമായിട്ടുള്ള യാതൊരു ദൃശ്യങ്ങളും ലഭിച്ചില്ല. ഇതോടുകൂടിയാണ് ക്രൈംബ്രാഞ്ച് എല്ലാ വിധത്തിലും പ്രതിരോധത്തിലായത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നില്ല, അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഈ ഒരു ഇപ്പോൾ ഇന്ന് പരിശോധന നടത്തിയ ആറ്റിൽ നിന്നും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മറ്റൊരു സ്കൂട്ടർ, അതായത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സ്കൂട്ടറല്ല, മറ്റൊരു സ്കൂട്ടർ ഇവിടെ കുഴിച്ചിട്ട നിലയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വല്ല തുമ്പും ഇവിടെ നിന്ന് ലഭിക്കുമോ എന്നൊരു പ്രതീക്ഷയുടെ ഭാഗമായിട്ടായിരുന്നു ക്രൈംബ്രാഞ്ച് ഇവിടെ പരിശോധന നടത്തിയത്. JCB അടക്കം വന്നുകൊണ്ടാണ്, JCB യന്ത്രമടക്കം ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാന്തിയായിരുന്നു പരിശോധന നടത്തിയത്. പക്ഷേ കാര്യമായ തെളിവുകളോ തുമ്പുകളോ ഒന്നും ലഭിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള പരിശോധന, അതായത് മണ്ണ് മാറ്റിയിൽ നിന്നും കൂടുതൽ തെളിവുകളൊന്നും ലഭിച്ചില്ല എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ സ്കൂട്ടർ അടക്കം ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സാധാരണ ഇതിൽ അപകടമാണെങ്കിലും തട്ടിക്കൊണ്ടു പോകലാണെങ്കിലും വാഹനം, അതായത് ഈ ഒരു വാഹനം അടക്കം കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ വളരെ കുറവുമാണ്. ആ സമയവും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ വാഹനം അടക്കം കാണാതായിരിക്കുന്നു. 5 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ തുമ്പില്ലാതെ നിൽക്കുന്ന ക്രൈംബ്രാഞ്ചാണ് ഇപ്പോൾ ഇത് ഒരു ചെറിയൊരു ലീഡ് അല്ലെങ്കിൽ ഒരു മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രതീക്ഷ എന്ന തരത്തിൽ ഒരു സ്കൂട്ടറുമായി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തിയത്. എന്ത് തന്നെയായാലും ഇപ്പോൾ കാര്യമായ ഒരു പുരോഗതി ഈ കേസിൽ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 5 വർഷമായിട്ട് ഈ ഒരു ഫോൺ കോൾ, അതായത് ഈ ഒരു ഫോൺ സ്വിച്ച് ഓൺ ആയിട്ടില്ല. ഒരു പഴയ മോഡൽ ഫോണാണ് അദ്ദേഹം ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ ഉണ്ടായിരുന്നോ, അതോ ഈ സ്വർണവും പണവും തട്ടിയെടുക്കാൻ വേണ്ടി അപായപ്പെടുത്തിയതാകുമോ? എന്താണ് കുടുംബം ഉന്നയിക്കുന്ന ആരോപണം? കാരണം ഇത്ര 5.5 വർഷമായും ഇതുവരെയും യാതൊരു സൂചനയും ലഭിക്കാത്തൊരു കേസ്. തുടക്കത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടായിരുന്നു? ടോം, ഈ കേസ് നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോവിഡ് കാലഘട്ടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു അന്വേഷണ പുരോഗതി ഇല്ലാത്തതുകൊണ്ടായിരുന്നു പിന്നീട് കോടതിയെ സമീപിക്കേണ്ട ഒരു സാഹചര്യം വന്നത്. അതിലും, അതായത് പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തി ഉണ്ടായിരുന്നില്ല എന്ന് കുടുംബം പിന്നീട് ആരോപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിൽ, അതായത് ഇദ്ദേഹത്തിന്റെ ശത്രുക്കൾ പ്രത്യക്ഷത്തിൽ ശത്രുക്കളായിരുന്നു ഇല്ലായിരുന്നു എന്നാണ്. അതായത് ഈ അളിയന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വർഷങ്ങളായി ഈ ഒരു പണമിടപാടുമായി ബന്ധപ്പെട്ടതും ഒപ്പം ബാങ്കിലേക്ക് അടക്കം പണവും ഒപ്പം സ്വർണ്ണങ്ങളും എത്തിക്കുന്നത് ഇദ്ദേഹമായിരുന്നു. അങ്ങനെയുള്ളൊരു
ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു യാത്രക്കിടയിലാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഈ ഒരു സ്വർണ്ണ തട്ടിപ്പ് സംഘത്തിൻ്റെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ടെന്ന കാര്യത്തിൽ പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ വിവരം ലഭിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ഈ ഒരു കണ്ടെയ്നർ ലോറികളിൽ ഇദ്ദേഹത്തെയും വാഹനത്തെയും അടക്കം അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത ക്രൈംബ്രാഞ്ച് നിരീക്ഷിച്ചിരുന്നു. പക്ഷേ അതിലടക്കം തെളിവുകൾ ലഭിച്ചില്ല. കാരണം ആ സമയത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അതിർത്തികളിൽ കർശനമായ പരിശോധന ഉണ്ടായിരുന്നു. അത് പക്ഷേ അത്തരത്തിലുള്ളൊരു മുന്നോട്ട് അന്വേഷണം കൊണ്ടുപോയിട്ടും ആ രീതിയിലുള്ള തുമ്പുകളൊന്നും ലഭിച്ചിരുന്നില്ല. നിലവിൽ ഈ ഒരു അന്വേഷണം ഇപ്പോഴും വഴിമുട്ടിയ സാഹചര്യത്തിൽ തന്നെയാണ്. കാരണം 5 വർഷങ്ങൾക്ക് ഇപ്പോഴും എപ്പോഴെങ്കിലും അദ്ദേഹം തിരിച്ചു വരും, അല്ലെങ്കിൽ അപകടം നടന്നുവെങ്കിൽ, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും അപകടത്തിൽ കൊല്ലപ്പെട്ടു എങ്കിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം അടക്കം കണ്ടെത്തേണ്ട സമയവും കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു അവസാന പ്രതീക്ഷയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ കുടുംബം മുന്നോട്ട് വെക്കുന്നത്. ഈ ഒരു ശത്രുക്കളുടെ കാര്യത്തിൽ കുടുംബാംഗങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ യാതൊരുവിധ വിവരവും നൽകാൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് അതുമായി ബന്ധപ്പെട്ട ഈ ഒരു സ്വർണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടത്തിയിരുന്നു. പിന്നീട് അത് ക്രൈംബ്രാഞ്ചും പിന്തുടർന്നിരുന്നു. പക്ഷേ ഇപ്പോഴും ഇരുട്ടിൽ തപ്പിക്കൊണ്ട് തന്നെയാണ് ക്രൈംബ്രാഞ്ചും പോലീസും നിൽക്കുന്നത് കേട്ടോ. തീർച്ചയായും ഈ ഒരു സ്കൂട്ടർ പോലും ലഭിക്കാത്തൊരു സാഹചര്യമാണ് വെല്ലുവിളിയായിട്ടുള്ളത്. ആ സമയം ഈ മോഹനൻ ഫോണോ മറ്റോ ഉപയോഗിച്ചിരുന്നില്ലേ? ഈ ഫോൺ കേന്ദ്രീകരിച്ചുള്ള പരിശോധന അന്ന് നടത്തിയിരുന്നോ? മാത്രമല്ല, ഇനി ഈ കേസിൽ ക്രൈംബ്രാഞ്ചിന് മുന്നിലുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? കാരണം ഈ വ്യാപകമായി മോഹനന് വേണ്ടി തിരച്ചിൽ നടത്തുന്നുണ്ട്. ആറ്റിൽ തിരച്ചിൽ നടത്തി, സ്കൂട്ടർ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയുണ്ട്. ഇതൊന്നും നടത്തിയിട്ടും യാതൊരു വിവരവും ലഭിക്കുന്നില്ല. ഇനി ക്രൈംബ്രാഞ്ചിന് മുന്നിലുള്ള സാധ്യത എന്താണ്? ടോമ, ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു മുന്നോട്ടുള്ള പദ്ധതി എന്ന് പറയുന്നത് ഈ കുഴിച്ചിട്ട്, അതായത് ഇദ്ദേഹവുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരു സ്കൂട്ടറാണ്. പക്ഷേ ഇയാൾ കാണാതായ സ്ഥലത്തിന് സമീപത്ത് വെച്ചാണ് അവിടെ ഉള്ള ആറ്റിൽ നിന്നാണ് ഈ സ്കൂട്ടർ കണ്ടെത്തിയത്. ഈ സ്കൂട്ടർ അവിടെ സാധാരണ ഇതിൽ ആറ്റിൽ വീണ് കിടക്കുകയല്ല, ആറ്റിൽ കുഴിച്ചിട്ട രീതിയിലായിരുന്നു സ്കൂട്ടർ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ആ സ്കൂട്ടറുമായി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നടത്താനാണ് നിലവിൽ ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു മുന്നോട്ട് വെക്കുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത്. കാരണം അല്ലാതെ വേറെ തുമ്പുകളൊന്നും ലഭിച്ചിട്ടില്ല. പോലീസ് തുടക്കത്തിൽ തന്നെ ഫോൺ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തിയിരുന്നു. 500ഓളം ഫോൺ കോളുകൾ പരിശോധിച്ചിരുന്നു. അതിലൊന്നും തന്നെ കൃത്യമായ ഒരു കേസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലേക്കുള്ള സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഫോണും പരിശോധിച്ചതിൽ നിന്നും ലഭിച്ചിട്ടില്ല. ഫോൺ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പഴയ മോഡൽ ഫോണാണ്. അത് അവസാനമായി ലൊക്കേഷൻ കാണിക്കുന്നതും ഈ കാണാതായി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടുള്ള ലൊക്കേഷൻ തന്നെയാണ് ആ സമയത്തും കാണിച്ചിരുന്നത്. പിന്നീട് ആ ഫോൺ ഓൺ ആയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സിമ്മുമായി ബന്ധപ്പെട്ട തുടർച്ചയായ നിരീക്ഷണങ്ങൾ ക്രൈംബ്രാഞ്ചും ഒപ്പം തന്നെ സൈബർ പോലീസും തുടരുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അതിനൊപ്പം തന്നെ സമാന്തരമായി ഈ ഒരു പുതുതായി ലഭിച്ച ഈ സ്കൂട്ടറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അതെങ്ങനെ അവിടെ എത്തി, ഈ കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ കൂടുതൽ വിശദീകരണം അല്ലെങ്കിൽ അതുമായി കൂടുതൽ അന്വേഷണം നടത്തുക, അതുമായി ബന്ധപ്പെടുത്തി ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. പക്ഷേ അപ്പോഴും കുടുംബം ഇപ്പോഴും വളരെ വലിയ ദുഃഖത്തിലാണ്. കാരണം 5 വർഷമായി ഒരു കുടുംബാംഗത്തെ കാണാതാവുക, യാതൊരുവിധ തുമ്പും ലഭിക്കുന്നില്ല, മരണപ്പെട്ടോ ജീവനോടെ ഉണ്ടോ എന്ന കാര്യത്തിൽ പോലും അവർക്കൊരു വ്യക്തതയില്ല. പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ചിലേക്ക് എത്തിയിട്ട് പോലും കുടുംബം ഇപ്പോഴും ഒരു യാതൊരുവിധ പ്രതീക്ഷയും അറ്റ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കുടുംബം എത്തിയിരിക്കുന്നത്. എന്ത് തന്നെയായാലും ക്രൈംബ്രാഞ്ചിനെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. അന്വേഷണത്തിന് കൂടുതൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. വ്യക്തമാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം മോഹനൻ തിരോധാനത്തിലാണ് ക്രൈംബ്രാഞ്ച് ആറ്റിൽ തിരച്ചിൽ നടത്തിയത്. സ്കൂട്ടർ കേന്ദ്രീകരിച്ചും പരിശോധനയുണ്ട്. കഴിഞ്ഞ ആഴ്ച സ്കൂട്ടർ കണ്ടെത്തിയിരുന്നു. പക്ഷേ യാതൊരു സൂചനയും മോഹനനെ കേന്ദ്രീകരിച്ച് ഉള്ള അന്വേഷണത്തിൽ ഇതുവരെയും ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചിട്ടില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.